ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്താന്ന് വെച്ചാ നമ്മൾ ഈ പെൺകുട്ടികള് കല്യാണമൊക്കെ കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ലോകമാണ് അല്ലെ. നമ്മുടെ അച്ഛനമ്മമാരെ കൂടെയല്ലല്ലോ പിന്നെ നമ്മള്. അപ്പൊ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നില്ലേ അവര് നമ്മുടെ കൂടെയൊക്കെ വന്ന് നിന്നിരുന്നെങ്കിൽ കുറച്ച് ദിവസത്തേക്ക്. എന്റെ അച്ഛനും അമ്മയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ ഞായറാഴ്ചയും വന്നു പോകുന്നതല്ലാണ്ട് വീട്ടിൽ വന്ന് നിക്കില്ല കേട്ടോ. അവരെന്തോരം പറഞ്ഞാലും അതിപ്പോ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനിപ്പോ നമ്മുടെ വീടൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞാനും എന്റെ വീട്ടിൽ പോയി നിക്കലേ ഇല്ല. എന്തെങ്കിലും ആവശ്യത്തിന് പോയി വരല് മാത്രമേ ഉള്ളൂ കേട്ടാ. ഇന്നലെ പ്രശാന്തേട്ടൻ കൊട്ടിയൂര് പോയ കാരണം കൊണ്ട് ഒരു രക്ഷയില്ലാത്ത കാരണം ഇന്നലെ അമ്മ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി 2 ദിവസത്തേക്ക് ഉണ്ടാവും. 2 ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞാലും രാവിലെ ആവുമ്പോഴേക്കും കുടുംബത്തേക്ക് പോകാനുള്ള തിരക്കാ. എന്റെ പട്ടി, എന്റെ ചേട്ടൻ, എന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് കേട്ടാ. എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണല്ലേ. നമുക്ക് നമ്മുടെ വീട് എത്ര ചെറിയ കുടിലാണെങ്കിലും കൊട്ടാരായാലും നമുക്ക് എവിടെ പോയാലും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു സുഖം, അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഇതൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ഇടയ്ക്ക് പരിഭവം പറയൂട്ടോ അമ്മോട്. അപ്പൊ അമ്മ ഞാൻ അവിടെ ചെന്ന് നിക്കാത്തതിന്റെ പരിഭവം പറയും. അപ്പൊ പിന്നെ അതങ്ങോട്ട് ബാലൻസ്ഡ് ആയിട്ട് പൊക്കോളൂ കേട്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ അടുക്കളയില് ഞാൻ മാത്രല്ല, ഇത്ര നാള് നിങ്ങൾ എന്നെ മാത്രല്ല ഈ കിച്ചണിൽ കണ്ടേക്കണേ, ഇന്ന് എന്റെ അമ്മയും കൂടി ഉണ്ട് കേട്ടാ. ഞാനും പ്രശാന്തേട്ടനും ലേറ്റ് മീഡിയം ചായയുടെ ആൾക്കാരാണേ. അമ്മ അച്ഛൻ നല്ല കടുപ്പത്തിന്റെ ആളും. അപ്പൊ ഞാൻ അമ്മോട് പറയാ, ഇത് എന്തൊരു കടുപ്പം അമ്മേ ചായക്ക് എന്ന് പറയാ. അപ്പൊ അമ്മ പറയാ, ഓടി പെണ്ണെ ഇതാണ് ശരിക്കുള്ള ചായ. അപ്പൊ ഞാൻ ഇത് ബാബു വലിച്ചന്റെ കടുപ്പായി പോയിട്ടാ. ബാബു വലിച്ചൻ അച്ഛൻ നല്ല സ്ട്രോങ് ചായ കുടിക്കുന്നതേ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് ഞാൻ എന്റെ ഫോളോവേഴ്സിനെ കാണിക്കട്ടെ, അവര് പറയട്ടെ ശരിക്കുള്ള മീഡിയം കടുപ്പ് ഇതാണോ, ഇത് സ്ട്രോങ് ആണോ എന്നുള്ളത് അവര് തന്നെ പറയട്ടെ എന്ന്. കൂട്ടുകാരെ നിങ്ങൾ പറ, ഇത് ഇത്തിരി കടുപ്പം ഓവറായി പോയില്ലേ? എനിക്ക് കുറച്ച് മീഡിയം കടുപ്പം ഇഷ്ടേ, അതുകൊണ്ട് എനിക്കിത് ഇത്തിരി ഓവറായിട്ട് തോന്നി. പക്ഷെ കുടിച്ചപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടാ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഏത് കടുപ്പാ നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് കമന്റ് ഇടണം കേട്ടാ. ഈ കട്ടിംഗ് ബോർഡ് പൊക്കി പിടിച്ച് എന്താ കാണിക്കണേന്ന് അറിയോ? അതെന്റെ പുതിയ കട്ടിംഗ് ബോർഡാ, അതാട്ടാ. അങ്ങനെ അമ്മ പിള്ളേരൊക്കെ എഴുന്നേപ്പിക്കുകയാണ് കേട്ടാ. ജാനുവിനെയും നംശുവിനെയും ഒക്കെ അമ്മ പോയി വിളിച്ചു. അത് കഴിഞ്ഞ് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാടിന്ന് പറഞ്ഞിട്ട് അമ്മ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ഞങ്ങളുടെ കഥകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അമ്മ വരുമ്പോ തൊട്ട് പോകുന്നത് വരെ. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും വായ അടയില്ല കേട്ടോ. അത്ര അധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും. കാര്യം എന്നും ഫോൺ വിളിച്ച് സംസാരിക്കണ്ട എന്നാലും ഉണ്ടാവും. പിന്നെ മെലഡി സോങ്സിന്ന് ഒന്ന് ട്രാക്ക് മാറ്റി നോക്കിയതാ. അമ്മ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡാൻസ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഇതുപോലെ തുള്ളണ ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങളും അമ്മയുടെ കൂടെ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടാ. ഇനിയും കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷെ സമയം അനുവദിക്കാത്ത കാരണം കൊണ്ട് അടുത്ത വീഡിയോയില് ബാക്കി വിശേഷങ്ങൾ പറയാട്ടാ.